ഇത്രയും ഫാഷൻ പോരെ മോളെ? പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ? കേന്ദ്രത്തിന്റേത് മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നയമെന്ന് രമേശ് ചെന്നിത്തല. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ പട്ടിണിയിലാക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്ന് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ ആദ്യം ചെയ്യുക പൌരത്വ നിയമം റദ്ദാക്കുകയാണെന്നും ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു. UDF സ്ഥാനാർത്ഥി ഡോക്ടർ MP അബ്ദുസമദ് സമദാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പൊന്നാനി മരക്കടവിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം. ലോകത്തിലെ തൊഴിലില്ലാത്തവരുടെ പട്ടിക പരിശോധിച്ചാൽ ഇന്ത്യക്ക് ഉള്ള സ്ഥാനം വളരെ മുന്നിലാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒരു സ്ഥലത്തും നിയമനങ്ങൾ നടക്കുന്നില്ല. സർക്കാരിൽ പോലും കോൺട്രാക്ട് നടപടികൾ ഉണ്ടാകുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാന കോർപ്പറേഷൻ എന്ന് പറഞ്ഞത് ഇന്ത്യൻ റെയിൽവേയാണ്. ഇന്ത്യൻ റെയിൽവേയിൽ പുതിയ നിയമനങ്ങൾ നടക്കുന്നില്ല. തൊഴിലില്ലായ്മ അനുദിനം വർദ്ധിച്ചു വരുന്നു. ദാരിദ്ര്യം വർദ്ധിച്ചു വരുന്നു. ദാരിദ്ര്യത്തിന്റെ സൂചിക എടുത്തപ്പോൾ 46ാമത്തെ സ്ഥാനമായിരുന്ന ഇന്ത്യക്ക് 128ാമത്തെ സ്ഥാനത്താണ്. നമ്മുടെ രാജ്യത്തുണ്ടാകേണ്ട പുരോഗതി മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയ ഒരു ഭരണകൂടമാണ് കേന്ദ്ര ഗവൺമെന്റ്. കർഷകരോട് പറഞ്ഞു, നിങ്ങളുടെ വരുമാനം 2 ഇരട്ടിയായി ഞാൻ വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും വലിയ പ്രഹരമേൽപ്പിച്ചതാണ് ബ്ലൂ എക്കോണമി. ബ്ലൂ എക്കോണമി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ആഴക്കടലുകളിൽ വിദേശ ട്രോളറുകൾ യഥേഷ്ടം വന്ന് മീൻ പിടിക്കുന്ന സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ബ്ലൂ എക്കോണമി വന്നതോടുകൂടി മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണമായി മാറുകയാണ് ഉണ്ടായത്. പാർലമെന്റിൽ നമ്മളതിനെ ശക്തമായി എതിർത്തതാണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ പട്ടിണിയിലാക്കുന്ന ബ്ലൂ ഇക്കോണമി എന്ന പേര് പറഞ്ഞുകൊണ്ട് വൻകിട വിദേശ ട്രോളറുകളും വൻകിട മത്സ്യബന്ധന സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ പരിപൂർണമായും പട്ടിണിയിലേക്ക് നയിക്കുന്ന നയമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ V. സെയ്ദ് മുഹമ്മദ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. UDF മുനിസിപ്പൽ ചെയർമാൻ K. ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. PT അജയ് മോഹൻ, സെയ്ദ് അഹമ്മദ് ബാഫക്കി തങ്ങൾ, അഡ്വക്കേറ്റ് AM രോഹിത്, V. ചന്ദ്രവല്ലി, കുഞ്ഞു മുഹമ്മദ് കടവനാട്, PK അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു.